ഹലോ എവ്രിവൺ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഒരു ലോങ് ടേം രീതിയിൽ ഹെൽത്തി ആയി മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എസ്പെഷ്യലി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് പരിശീലിച്ച് നോക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് ഈ 5 കാര്യങ്ങൾ എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യമാണ് അറ്റൻഷൻ. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ശ്രദ്ധ. നമ്മൾ ആക്ച്വലി അവർക്ക് ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ? അവരുടെ ഓരോ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അവരെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് അവർ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ശ്രദ്ധ, അറ്റൻഷൻ അവരിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. തീർച്ചയായിട്ടും നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തി നമ്മളെ ശ്രദ്ധിക്കണം. അതൊരു പക്ഷേ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല. ചിലപ്പോൾ നമ്മളൊരു പുതിയ ഔട്ട്ഫിറ്റ് ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ചുള്ള ഒരു ഫീഡ്ബാക്ക്, അത് നല്ലതാണോ, ചേരുന്നുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം അത് അനുയോജ്യമായിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ശ്രദ്ധയൊക്കെ ആയിരിക്കാം അവർ ആഗ്രഹിക്കുന്നത്. സോ ഒരു പുതിയ ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ഔട്ട്ഫിറ്റ് ട്രയൽ ചെയ്ത് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവരുടെ കൂടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഓക്കെ ആണോ എന്ന് അവരോട് അന്വേഷിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിക്കുന്നത്, ഇതൊക്കെ അറ്റൻഷൻ എന്ന് പറയുന്ന കാര്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് നമുക്ക് സ്നേഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരുന്നതാണ്. പക്ഷെ അറിയാതെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇല്ലാതാവുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ വരാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി വേയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളുടെ സ്നേഹം കൃത്യമായി മനസ്സിലാക്കണം, അതൊരു നല്ല റിലേഷൻഷിപ്പ് ആക്കി മാറ്റണം, ഒരുപാട് നാള് മുന്നോട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതായത് പരസ്പരം നിങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യമാണ് ആക്സെപ്റ്റൻസ്. നമ്മളെല്ലാവരും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അതായത് വ്യത്യസ്തമായിരിക്കും. എല്ലാ കാര്യങ്ങൾ കൊണ്ടും നമ്മൾ വ്യത്യസ്തമായിരിക്കും. നമ്മുടെ ഇഷ്ടങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടക്കേടുകളാണെങ്കിലും, ആഗ്രഹങ്ങളാണെങ്കിലും, ഇങ്ങനെ എല്ലാം കൊണ്ടും ഡിഫറെൻ്റ് ആയിരിക്കും നമ്മൾ ഒരാളിൽ നിന്ന്. ഇനി നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾ മാച്ച് ആയിരിക്കും. ബട്ട് സ്റ്റിൽ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് എതിരഭിപ്രായങ്ങൾ, വ്യത്യസ്ത അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്നിടത്താണ് ആ റിലേഷൻഷിപ്പിന്റെ ബ്യൂട്ടി നിലനിൽക്കുന്നത്. സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കാം. നിങ്ങൾക്ക് യെസ് പറയുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് നോ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം അവർക്ക് ഇഷ്ടം ഉണ്ടായിരിക്കില്ല. സോ ഇങ്ങനെ പല കാര്യങ്ങളിലും അവർക്ക് അവരുടേതായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ, ശരികളൊക്കെ ആയിരിക്കാം. അതാണ് ആ വ്യക്തി. സോ ആ വ്യക്തിയെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയുള്ള ഒരു വ്യക്തിയാണോ അതേപോലെ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയെ ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം ലോങ് വേയില്, അല്ലെങ്കിൽ ഹെൽത്തി വേയില് നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യമാണ് അപ്രീസിയേഷൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, എൻ്റെ ലൈഫ് പാർട്ട്ണറാണ് എന്നൊക്കെ കരുതിക്കൊണ്ട് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതുണ്ടോ? അല്ലെങ്കിൽ അവൾ എൻ്റെതല്ലേ, അല്ലെങ്കിൽ അവൻ എൻ്റെതല്ലേ, അതുകൊണ്ട് ഞാൻ അവരെന്തെങ്കിലും കാര്യം ചെയ്യുന്ന സമയത്ത് അതിനിപ്പോൾ ഒരു സോറി പറയേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു താങ്ക് യു പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊന്നുമല്ല. തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ അവരെയും ഇഷ്ടപ്പെടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലുള്ളത് കൊണ്ട് നിങ്ങൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണോ അത് അവരോട് എക്സ്പ്രസ് ചെയ്യുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി വേയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യേണ്ടതുണ്ട്. സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് നിങ്ങൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണോ, എന്തെല്ലാം കാര്യങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരോട് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുക. 4, അഫെക്ഷൻ. ചില ആളുകൾ ശ്രദ്ധിച്ചിട്ടില്ലേ, എനിക്ക് നല്ല ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അങ്ങനെ പറയാറൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ അത് പുറത്ത് കാണിക്കാറൊന്നുമില്ല, അങ്ങനെ പറയുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ സാധിക്കാം? ചില സാഹചര്യങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷെ എപ്പോഴും അത് മനസ്സിലാക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാവർക്കും അങ്ങനെ മനസ്സിലാക്കാൻ സാധിച്ചോളണം എന്നില്ല.
സോ നിങ്ങൾ ഒരു വ്യക്തിയോട് ഇഷ്ടമാണ് എന്ന് പറയുന്നത് അത് നിങ്ങളുടെ വാക്കുകളിൽ ഒതുങ്ങാതെ നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ആക്ഷൻസിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് കൂടി അത് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇനി അത് എക്സ്പ്രസ് ചെയ്യുക. ചില ആളുകൾ തീരെ എക്സ്പ്രസ് ചെയ്യാത്ത ആളുകൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ വാക്കുകളിൽ മാത്രം എക്സ്പ്രസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അവരുടെ പ്രവൃത്തി കുറച്ച് പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് ഹാർഡായിട്ട് തോന്നും. ചില ആളുകൾ നേരെ തിരിച്ചായിരിക്കും. അവർ ഒന്നും പറയൊന്നുമില്ല, പക്ഷെ അവരുടെ പ്രവൃത്തി കാണുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളോട് പെരുമാറുന്ന രീതി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് അത് മനസ്സിലാക്കാനൊക്കെ സാധിക്കും. സോ ചില ആളുകൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ ആളുകൾക്കും ഇത് മനസ്സിലാക്കണം അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള കഴിവുണ്ടാകണം എന്നൊക്കെ നിർബന്ധം പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ചില ആളുകൾക്ക് അതിന് ഉണ്ടായിരിക്കില്ല. ബിക്കോസ് ചില ആളുകൾക്ക് വേർഡ്സിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്, ആക്ഷൻസിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്, ഒന്നും പറയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. ഇങ്ങനെ എല്ലാവരും ഡിഫറെന്റ് ആണ്. സോ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതായ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് ഫൈനലി, ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി ആയി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ അലോയിങ് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു സ്പേസ് ഉണ്ടായിരിക്കേണ്ടത്? ഗ്രോത്തിന് വേണ്ടിയിട്ട്. പേഴ്സണലി ആയിക്കൊള്ളട്ടെ, അതായത് ഒരു വ്യക്തിപരമായിട്ട് നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആസ് എ പേഴ്സൺ എന്ന രീതിയിൽ ഒരു ഗ്രോത്തിനാണെങ്കിലും റിലേഷൻഷിപ്പിന്റെ കേസിലാണെങ്കിലും ഗ്രോത്തിനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഒരു റിലേഷൻഷിപ്പിൽ ഒരു വ്യക്തി മാത്രമാണ് എല്ലാ കാര്യങ്ങളിലും അച്ചീവ്മെന്റ് നേടുന്നത്. അതായത് അവരുടെ ലൈഫിൽ മാത്രമാണ് ഒരു സക്സസ് ഉണ്ടാവുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ച് ഒന്നും ഒരു കാര്യത്തിലും എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ വിചാരിച്ചു നോക്കൂ, തീർച്ചയായിട്ടും ആ റിലേഷൻഷിപ്പ് അത്ര സക്സസ്ഫുൾ ആയിരിക്കില്ല. ബിക്കോസ് ഒരു വ്യക്തി നല്ല ഹാപ്പി ആയിരിക്കാം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അവരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊരു അവസരം കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ കരുതി അൺഹാപ്പി ആയിട്ടിരിക്കുന്നതായിരിക്കും. സോ അങ്ങനെ ആവരുത്. ഒരു ഹെൽത്തി വേയിൽ റിലേഷൻഷിപ്പ് കുറെ നാൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് ചെയ്യാനുള്ള ഒരു സ്പേസ് അവിടെ രണ്ടുപേർക്കും ഒരുപോലെ ലഭിക്കണം. അതിനുവേണ്ടി പരസ്പരം സപ്പോർട്ട് ചെയ്യുക, റെസ്പോൺസിബിലിറ്റീസ് ആണെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ രണ്ടുപേരും ഒരുപോലെ ഗ്രോ ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പിലാണെങ്കിലും പേഴ്സണലി ആണെങ്കിലും ഒക്കെ ആ ഒരു ഗ്രോത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തി വേയിൽ ഒരുപാട് നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.